നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പേക്രോവും പേക്രോവും. അങ്ങനെയുണ്ട് ഒരു കഥ, പേക്രോവും എന്ന് പറഞ്ഞിട്ട്. അതെന്തൊരു കഥയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഉണ്ടല്ലോ കുട്ടികളെ, പേക്രോവും സൂത്രം. പേക്രോവും സൂത്രം. ഇന്നത്തെ കഥയുടെ പേര് പേക്രോവും സൂത്രം. ഈ പേക്രോവും സൂത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടാവും. മാരാൻ വയ്ക്കുമ്പം മേക്കാൻ എടുക്കുന്നു. എന്നാൽ മാരാൻ വയ്ക്കുമ്പം മേക്കാൻ എടുക്കുക വെച്ചാൽ, മാരാന്ന് വെച്ചാൽ ഉത്സവങ്ങൾക്കൊക്കെ ചെണ്ട കൊട്ട് മേളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മാരാർമാരെന്നാണ് അവർ പറയുക. അതാണ് ആ ഉത്സവങ്ങളൊക്കെ കഴിയുമ്പോൾ ഇടവ മാസം, മിഥുന മാസം ഒക്കെയാകും മലയാളത്തിൽ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂൺ മാസം, ജൂലൈ തുടങ്ങണം. ആ സമയമൊക്കെ ഇംഗ്ലീഷ് മാസം. അപ്പോൾ ആ സമയത്തോടു കൂടി മഴക്കാലം വരലോട് കൂടിയിട്ട് ഡിസംബർ, ജനുവരി തൊട്ടങ്ങോട്ട് ഉത്സവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. പിന്നെ അപ്പം എന്തും മാരാമാർക്ക് ഈ മേളത്തിന് പോകണം. മേളം അത് തന്നെ ആയിരുന്നു ജോലി. അപ്പം മഴക്കാലം തുടങ്ങിയ ഉത്സവങ്ങളൊക്കെ എല്ലാ ദിക്കിലത്തെയും കഴിഞ്ഞു. പിന്നെ ഉത്സവവും ഇല്ല, താളവും ഇല്ല, മേളവും ഇല്ല, ആനയില്ല, എഴുന്നള്ളിപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പം മാരാൻ വയ്ക്കും. ചെണ്ടയൊക്കെ എടുത്ത് കെട്ടി തൂക്കി എടുത്ത് വയ്ക്കും. ആ സമയത്ത് മേക്കാൻ എടുക്കും. മേക്കാൻ എന്ന് പറഞ്ഞത് തവളകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് മേക്കാൻ എടുക്കും. എന്ന് വെച്ചാൽ തവളകൾ കുറേശ്ശെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ മേത്ത് വീണ് കഴിഞ്ഞാൽ ഈ തവളകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇവറ്റങ്ങളുടെ കരച്ചിൽ? പേക്കറോ എന്ന്. ഈ പേക്കറോ എന്ന് പറയുന്നത് തവളയുടെ കരച്ചിൽ. അതാണ് പറയണത്. മാരാൻ വച്ചാൽ എന്ന് വെച്ചാൽ ചെണ്ടകൊട്ട് ഉത്സവങ്ങളും ഒക്കെ കഴിഞ്ഞാൽ മേക്കാനെടുക്കും തവളകൾ. പേക്കറോ എന്ന് പറയും. എന്ന് വെച്ചാൽ മഴ പെയ്യും. അതാണ് പറയണതിൻ്റെ അർത്ഥം. ഒരു ഗ്രാമത്തിൽ ആഫ്രിക്കയിലുള്ള ഒരു ഗോത്രവർഗ്ഗക്കാർക്ക് ഇടയിലുള്ള ഒരു പഴഞ്ചൊല്ലാണ്. എന്തുകൊണ്ടാണ് ഈ മഴ വരുമ്പോൾ, മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഈ തവളകൾ കരയുക? പേക്കറോ. അതിന് അവരൊരു കാരണമുണ്ട്. അവരുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട്. ആ കഥയാണ് എന്ന് പറയുന്ന പേക്കറോൻ സൂത്രം. എന്താണെന്ന് വെച്ചാൽ, ഈ അവിടെ ഒരു ചോമ്പു എന്ന് പറഞ്ഞിട്ടൊരു ആദിവാസി മൂപ്പനുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ഒരു ഗോത്രം. ആ ഗോത്രത്തിൻ്റെ രാജാവ്, ഗോത്രത്തിലെ നേതാവ്, ആ ഗോത്രത്തിലെ രാജാവ് ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവാണ്. ചോമ്പു എന്നാണ് അയാളുടെ പേര്. ഈ ചോമ്പൂന് ഒരു സുന്ദരിയായ ഭാര്യയൊക്കെ ഉണ്ട്. 2-3 ഭാര്യമാരുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യം, ഒറ്റ അന്നത്തിലെ മക്കളില്ല. അങ്ങനെ ചോമ്പു മക്കളില്ലാതെ കൊണ്ട് അങ്ങനെ വയസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹിക്കാൻ ആരുമില്ല. തനിക്ക് ഈ ജനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മക്കളൊന്നുമില്ല, തന്നെ നോക്കാനും ആരുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ചോമ്പ് ഒരു ദിവസം വളരെ സുന്ദരനായ ഒരു പല്ലിയെ കണ്ടു. പല്ലികൾ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. വെളുത്തിട്ട് വെള്ള നിറത്തിലുള്ള പല്ലി. അതിൻ്റെ അടിയിലുള്ള ഞരമ്പുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. നിശബ്ദമായിട്ടൊരിക്കലിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം കുഞ്ഞു കാലുകൾ, കുഞ്ഞു കൈകൾ, കൂർത്തിട്ടുള്ള തല, നല്ല വെളുത്ത നിറം, നല്ല ചന്തമുള്ള ഒരു ജീവിയാണ് പല്ലി. ആ പല്ലി അങ്ങോട്ട് തൻ്റെ മകനായിട്ട് വളർത്തിയാലോ അല്ലെങ്കിൽ മകളായിട്ട് വളർത്തിയാലോ അങ്ങനെ ആവാന്ന് കരുതിയിട്ട് പല്ലി വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പല്ലി അവിചാരിതമായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ പേക്കറോ എന്നുള്ള കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടിട്ട് നോക്കി കഴിയുമ്പോൾ നല്ലൊരു തവള, നല്ല അസലൊരു മഞ്ഞ തവള വലിപ്പം, വലിയ വയറല്ലേ, കുഞ്ഞു കാലുകളും. തവളയ്ക്ക് ചാടാനേ അറിയുള്ളൂ. നാട്ടക്കലൊക്കെ പതുക്കെ. ഈ തവളയെ കണ്ടപ്പോൾ ഈ ചോമ്പൂന് എന്ത് തോന്നി? ഗോത്ര രാജാവിന് തോന്നി, ഈ തവളയും കൂടി എൻ്റെ മക്കളായിട്ട് വളർത്താൻ. അങ്ങനെ പല്ലിയും തവളയും ചോമ്പൂൻ്റെ മക്കളായി. അങ്ങനെ കുറേ നാൾ മക്കളെ പോലെ സ്നേഹിച്ചു, അച്ഛനെ പോലെ സ്നേഹിച്ചു, പ്രജകളെയൊക്കെ സ്നേഹിച്ചു. ഭാര്യ എല്ലാവരും കൂടി അങ്ങനെ സുഖമായിട്ട് മക്കളൊക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉത്സവക്കാലം കഴിഞ്ഞാൽ ഒട്ടനെ ഇത് തുടങ്ങും. ഓരോരോ ക്ഷേത്രങ്ങളിലേക്കും ഉത്സവത്തിനൊക്കെ പോകലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമായി. ആ മഴക്കാലമാകുമ്പോൾ ഈ പല്ലിയായിട്ടും തവളയായിട്ടും സ്നേഹമായിട്ട് അങ്ങനെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുടുംബം.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചോമ്പൂന് വയ്യാണ്ടായി, ആകെ അവശതയായി. അയ്യോ, തൻ്റെ അസുഖത്തിൻ്റെ കാരണം തനിക്ക് വയ്യാണ്ടായി, പ്രായാധിക്യം കൊണ്ട് ചോമ്പൊപ്പം മരിക്കാറായി. അപ്പം ചോമ്പ് എന്ത് പറഞ്ഞു, ഞാനെങ്ങാനും മരിച്ച എൻ്റെ കൊട്ടാരത്തിലേക്ക് എൻ്റെ മക്കൾ, അതായത് പല്ലിയും തവളയും, ഇവരിൽ ആരാണോ ആദ്യം വരുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ, ആ ആളെയാണ് ഞാൻ രാജാവാക്കുക, ഭാവിയിലത്തെ രാജാവാക്കുക. അങ്ങനെ ഇവരെ വിവരം അറിയിക്കാൻ പറഞ്ഞു. മത്സരം ഇന്ന സമയത്ത് നിന്ന് കൃത്യമായിട്ട് ഓടി അലച്ച് എൻ്റെ അടുത്തേക്ക് എല്ലാവരുടെ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. ഭടന്മാർ വെച്ചാൽ ഓല എഴുതി ശ്യാമള ഇത് അവരുടെ അമ്മയ്ക്ക് വയ്യാണ്ട് ചോമ്പു ഈ മക്കളെ രണ്ടാളെ വിവരം അറിയിക്കാനായിട്ട് നീട്ടൂരം എഴുതി കൊടുത്തേച്ചു ഭടൻ്റെയിൽ. അവർ തമ്മിൽ മത്സരം നടക്കുകയാണ്. രാജകൊട്ടാരത്തിൽ പിതാവിൻ്റെ അടുത്ത് ആരാദ്യം എത്തുന്നുവോ അവർക്കാണ് രാജ്യഭാരം, അവരാണ് പിൻഗാമി എന്ന് പ്രഖ്യാപിച്ചു എന്ന് രാജാവ് പ്രഖ്യാപിച്ചേക്കുന്നത്. അങ്ങനെ മത്സരം തുടങ്ങി കഴിഞ്ഞപ്പോൾ പല്ലി വിചാരിച്ചു, കൊട്ടാരത്തിലെത്തത്ര വലിയ പാടുണ്ടോ, താനിവിടുന്ന് കൊടുത്തൊരു വേഗം കൊണ്ട് ഓടി പോവാലോ, താൻ തന്നെ ആദ്യത്താണ്, താൻ തന്നെ അടുത്ത രാജാവ് എന്ന് വിചാരിച്ചു. എന്നാൽ തവള നോക്കുമ്പോൾ തവള പറഞ്ഞു, എനിക്ക് എത്താനൊക്കെ പറ്റും, പക്ഷെ പല്ലിയേക്കാളും മുമ്പൊക്കെ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അസാമാന്യ ഭാഗ്യം തന്നെ വേണം, കാര്യം നാടിൻ്റെ രാജാവാകാം. പക്ഷെ അതേസമയം നോക്കട്ടെ എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യാൻ എന്താ വഴി, അപ്പോൾ അവിടെ ഇലകൾ ഇങ്ങനെ കയ്യിൽ ഇട്ട് തിരുമിയ പെട്ടെന്ന് മഴക്കാറ് വരികയും മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു വൃക്ഷമുണ്ട് കാട്ടിൽ. അത് തവളയ്ക്കറിയാം. തവള വേഗം പോയി അതിൻ്റെ അഞ്ചുപത്തേലേക്ക് പറിച്ചുകൊണ്ടൊന്ന് കയ്യിലിട്ട് അങ്ങ് തിരുമ്മാൻ തുടങ്ങി. തിരുമ്മി കഴിഞ്ഞപ്പോൾ എന്താ, രാജകൊട്ടാരത്തിലേക്ക് ഈ കുഞ്ഞിക്കാലും വെച്ച് ഇത്രയും ഭാരമുള്ളതും വച്ച് പോവലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചോമ്പു ഇങ്ങനെ പരസ്യപ്പെടുത്തിയ സ്ഥിതിക്ക് പോയില്ലെങ്കിൽ തൻ്റെ രാജസ്ഥാനം പോവുകയും ചെയ്യും. അതുകൊണ്ട് തവള ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ തവള ചാടി ഓടി കണക്കിന് കൊട്ടാരം ലക്ഷ്യമാക്കി പോയപ്പോൾ ഒരു കാര്യം ചോമ്പിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തവളയ്ക്ക് മനസ്സിലായി, താൻ ഈ പറഞ്ഞതുപോലെ മത്സരത്തിൽ തോറ്റുപോയ മഹാമോശം ഇപ്പം ഈ മത്സരം വന്നതാണ് ബുദ്ധിമുട്ടായി, എന്തായാലും പോവുന്നേ എന്ന് കരുതിയിട്ട് തവളപ്പ് വന്നു. അപ്പോഴാണ് അവിടുത്തെ മഴമരത്തിൻ്റെ കാര്യം. വേഗം മഴമരത്തുമ്മേ അങ്ങോട്ട് കയറി കമ്പങ്ങ് ഒട്ടിച്ച് അതിൻ്റെ തണ്ടൊക്കെ ദൂരെ മാറ്റിക്കളഞ്ഞ് ഇല കയ്യിലിട്ട് ഇതിൻ്റെ തിരുമ്മി താഴത്തേക്കിട്ടപ്പോൾ ഇതിൻ്റെ സുഖം, ഇല തിരുമ്പുമ്പോൾ ഒരു ഉണ്ടാവണം വെള്ളം 2 മിനിറ്റ് ഭൂമിയിൽ പതിച്ചാൽ മതി, മഴ ഇഷ്ടം പോലെ പെയ്യും, അതാണ് അവരുടെ വിശ്വാസം. അതേപോലെ തന്നെ തവള ഇലകളൊക്കെ പറിച്ച് കൂട്ടി പിടിച്ച് തിരുമ്മി കൊടുത്തൊരു ചുമ്മാ ബാലൻ അവന് ശരിയായി പഠിച്ചു വരുന്നുള്ളത് അവിടെ വയ്ക്കുകയും ചെയ്തു. ഈ ഇലയും കൂടെ തിരുമ്മി തുടങ്ങിയ വഴിക്കും മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ ചൂടൊക്കെ പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ വാസ്തവത്തിൽ അവർക്കും ശാന്തമായി. അമ്മിണി മറ്റേ ഗൗളിക്ക് സ്ത്രീയുടെ അമ്മയാണ് ഗൗളി എന്ന് തന്നെ അതിനെ വിളിക്കുന്നത്. ആ ഗൗളിയും വന്നു, എല്ലാവരും കൂടെ പാട്ടുപാടലും കളിക്കലൊക്കെ ആയി. അപ്പോൾ എപ്പോഴൊക്കെ എപ്പോഴോ വന്ന ഓരോരുത്തർ മാറി അങ്ങ് നീങ്ങി നിന്നിട്ടല്ലേ, ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ഈ വെള്ളം, അപ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വേഗം വെള്ളം തുള്ളി മേൽ വീണു. അപ്പോൾ പല്ലി എന്ത് ചെയ്തു, എനിക്ക് നനയാനൊന്നും പറ്റില്ല എന്ന് കരുതി വേഗം ഒരു പൊത്തിൻ്റെ അകത്ത് കയറി നമ്മൾ സുഖമായിട്ടിരുന്ന് വിശ്രമിച്ചു. മഴ മാറട്ടെ എന്നിട്ട് പോവാം, എന്തായാലും ഈ മഴയത്ത് തന്നെ ഇട്ടിട്ട് തന്നെക്കാളും മുമ്പൊക്കെ ആമ ചെല്ലാൻ ഇത് പോകുന്നില്ല എന്ന് കരുതി തവള പോവില്ല എന്ന് കരുതി. തവള ചാടി പോകണ്ടാവും എനിക്കിപ്പോഴും. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, സമയത്തിന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഈ തവള രാജാവിനെ കാണാൻ പോയി മനസ്സിലായി. വേഗം അവിടെ ചെല്ലുമ്പോൾ അതിന് മുൻപേ തന്നെ ഈ പല്ലിയും ചെന്നു. പല്ലി അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ രാജാവാകാനായിട്ട് ശ്രമിച്ചു. ആ ഇതിനകത്ത് വെച്ചിട്ട് മഴയാണ് തന്നെ രാജാവാകാൻ സഹായിച്ചത്. തവള രാജാവ് കൊടുത്തു. പല്ലിക്ക് ഓടിയെത്താവുന്നതേ ഉള്ളൂ, പക്ഷേ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ പൊത്തിൽ പോയി ഒളിച്ചിരുന്നു. തവള അങ്ങനെ ഒളിക്കൊന്നും ചെയ്യാണ്ട് മഴയത്ത് തന്നെ കൊട്ടാരത്തിലേക്ക് ഓടി. അതുകൊണ്ട് തവള ആദ്യം ചെന്ന് തവളയെ രാജാവായിട്ട് അഭിഷേകം
നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ തവളയ്ക്ക് ഉള്ളിലൊരു ബോധമുണ്ട്, തന്നെ രാജാവാക്കിയത് ഇവിടുത്തെ മഴയാണ്, ഈ ഗോത്രക്കാരാണ്. അവരുടെ മുഖ്യ ദൈവമായ മഴദൈവമായിട്ടുള്ള പേക്കറവും എന്നുള്ള കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ്, ആ വസ്തു തന്നെയാണ് ഏറ്റവും നല്ല സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയ ആൾ ഈ തവള തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ അവിടെ ചെല്ലുമ്പോൾ പല്ലി അവിടേക്ക് ഓടിയലച്ച് മഴ മാറിക്കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വലിയ ആഘോഷം, പാട്ട്, ഡാൻസ്, ദർബാറും ഒക്കെ കൂടിയേക്കുക. എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, തവള അന്ന് തന്നെ രാജസ്ഥാനം കിരീടം ധരിക്കുകയാണ്, അതിൻ്റെ ആഘോഷമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. അങ്ങനെ ആഘോഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. രാത്രിയായി കഴിഞ്ഞിട്ട് തവള അവിടെ താമസിച്ചു കൊട്ടാരത്തിൽ, പല്ലി സ്വഭവനത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. ഇതാണ് കഥ, പേക്കറവും സൂത്രവും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.